അഡീഷൻ്റെ കാര്യത്തിൽ എന്താണ് പറയുക? അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് പുട്ടിങ്സ് ടുഗെദേഴ്സ് ടു ഫൈൻഡ് ദ ടോട്ടൽ, അതിനാണ് അഡീഷൻ എന്ന് പറയുന്നത്, അതായത് ജോയിനിങ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ 2 ഡിജിറ്റാണ് പറയുന്നത്. 2 ഡിജിറ്റിൽ ഇപ്പം 45 + 25 എടുക്കാം. അപ്പം എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റെപ്പ് 1 നമ്മൾ വൺസും ടെൻസും ഹൺഡ്രഡ്സും തൗസൻഡ്സും ഒക്കെ നമ്പറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ വൺസ് വന്നിട്ട് ഇതാണ് വൺസ്. റൈറ്റ് സൈഡിൽ വൺസ്, ഇത് ടെൻസിലത് 4, ടെൻസിലത് 2. അപ്പോൾ വൺസാണ് ആദ്യം എഴുതേണ്ടത്, അതായത് ആഡ് വൺസ്. അപ്പോൾ 5 + 5 = 10. അതിൽ 1 നമ്മൾ ടെൻസിൻ്റെ ഇതിൽ കൊടുത്തു. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ആഡ് ടെൻസ്. നമ്മൾ 1 ഓൾറെഡി ടെൻസിൻ്റെ ഇതിലേക്ക് ബോറോ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആഡ് ടെൻസ് എന്ന് പറയുമ്പോൾ 4 + 2 ഓൾറെഡി നമ്മൾ ബോറോ ചെയ്തു കേട്ടോ. 6 ആണ്. അപ്പോൾ 1 നമ്മൾ ഓൾറെഡി ബോറോ ചെയ്തപ്പോൾ 6 + 1 = 7. അപ്പോൾ എത്രയാണ് വരുന്നത്? പറ, എത്രയാണ് വരുന്നത്? 70. എത്രയാണ്? 70. ഈ 1 നമ്മൾ കൺസിഡർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 7, അതായത് നമ്മൾ ആഡ് വൺസ് ചെയ്യുമ്പോൾ 5 + 5 10 ആണ് കിട്ടുന്നത്. അതിൽ 0 മാത്രം നമ്മളിവിടെ എഴുതുന്നു. 1 നമ്മൾ ടെൻസിലേക്ക് കൊടുത്തു, ബോറോ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 4 + 2 6 + 1 7. അപ്പോൾ 7ഉം 0 എത്രയാണ്? 70. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ കാണാം. ഇതിൻ്റെ തന്നെ 2 ഡിജിറ്റ് തന്നെ എന്താ നോക്കാം. 40 + 20 നോക്കാം. അപ്പം ആഡ് വൺസ് അല്ലേ? ആഡ് വൺസ് സ്റ്റെപ്പ് 1 ആണ് ആഡ് വൺസ്. അപ്പോൾ 0 + 0 ഞാൻ പറഞ്ഞു, ഇന്നലത്തെ ഇതിൽ ഞാൻ പറഞ്ഞു 0 + 0 എന്ന് പറയുമ്പോൾ 0 ആണ്. 0 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. കാരണം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത ഒരു നമ്പറാണ് 0 എന്ന് പറയുന്നത്. വാല്യൂ ഇല്ലാത്ത ഒരു നമ്പറിനെയാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. അതിന് സംഖ്യ ഇല്ല, അതിനെയാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ 0 + 0 = 0. അപ്പം ഇനി ആഡ് ടെൻസ് വരുമ്പം ഏതാണ്? 4ഉം 2 ആണ് വരുന്നത് അല്ലേ? ആഡ് ടെൻസ് എന്ന് പറയുന്നത് 4ഉം 2 ആണ് ഇതിൽ ടെൻസ് വരുന്നത്. അപ്പോൾ 4 + 2 = 6 അല്ലേ? അപ്പോൾ 60 അല്ലേ? ആഡ് വൺസ്, നമ്മൾ വൺസ് ആഡ് ചെയ്തു. 0 + 0 അപ്പോൾ 0 എന്ന് എഴുതി. ഇത് വൺസ് ആട്ടോ. ഒരിക്കലും നമ്മൾ 0 6 എന്ന് ഇടരുത്. 0 6 എന്ന് ഇടരുത്. കാരണം 0 6 എന്ന് പറയുന്നത് 0 വൺസ് ആണ്, പിന്നെ ടെൻസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടെൻസ് എഴുതി കഴിഞ്ഞിട്ട് വേണം വൺസ് എഴുതാൻ. ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം തൗസൻഡ്സ്, 100, ടെൻസ്, വൺസ്, ഇങ്ങനെയാണ് പോണത്. ഒരിക്കലും നിങ്ങളിവിടെ വൺസ് എന്ന് എഴുതിയിട്ട് ടെൻസ് എന്ന് എഴുതാൻ പാടില്ല. ആദ്യം ടെൻസ് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് വൺസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എഴുതണം. അപ്പോൾ 60 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. 3 ഡിജിറ്റ് നമ്പർ 123 + 456. ഇതിൽ വൺസ് വന്നിട്ട് ഇതിൽ റൈറ്റ് സൈഡിൽ 6, ലെഫ്റ്റ് സൈഡിൽ 3. പിന്നെ മാർക്ക് ചെയ്യണം കേട്ടോ, ഹൺഡ്രഡ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ആഡ് വൺസ്, അഡീഷൻ ആട്ടോ, ആഡ് വൺസ്. അപ്പോൾ 3 + 6 7 8 9. 6 കഴിഞ്ഞിട്ടുള്ള നമ്പർ 3, അതായത് ചെറിയ നമ്പർ നമ്മൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ചെറിയ നമ്പർ നമ്മൾ കയ്യിലെടുത്തിട്ട് വലിയ നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ വെച്ച് എണ്ണാം. വലിയ നമ്പർ ഇവിടെ 6 ആണ്. അപ്പോൾ 6 കഴിഞ്ഞിട്ടുള്ള നമ്പർ 7 8 9. ഇനി ആഡ് ടെൻസ് ഇവിടെ വന്നിട്ട് 2ഉം 5 ആണ്. അപ്പോൾ 2 + 5 7. ഇനി ആഡ് ഹൺഡ്രഡ്സ്, അപ്പോൾ 1 + 5 = 6. അപ്പോൾ നമ്മൾ എത്രയാണ് ഉത്തരം വരേണ്ടത്? 6 7 9. ഇതാണ് ഉത്തരം വരുന്നത്. 6 നമ്മൾ ആദ്യം എഴുതുക, ഹൺഡ്രഡ്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, പിന്നെ ടെൻസ്, പിന്നെ വൺസ് ആണ്. അപ്പോൾ ഇതാണ് ഉത്തരം. അഡീഷൻ്റെ കാര്യത്തിൽ എന്താണ് പറയുക? അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് പുട്ടിങ്സ് ടുഗെദേഴ്സ് ടു ഫൈൻഡ് ദ ടോട്ടൽ, അതിനാണ് അഡീഷൻ എന്ന് പറയുന്നത്, അതായത് ജോയിനിങ് നമ്പേഴ്സ്.
ഇപ്പോൾ നമ്മൾ 2 ഡിജിറ്റാണ് പറയുന്നത്. 2 ഡിജിറ്റിൽ ഇപ്പം 45 പ്ലസ് 25 എടുക്കാം. അപ്പം എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റെപ്പ് 1 നമ്മൾ വൺസും ടെൻസും ഹൺഡ്രഡ്സും തൗസൻഡ്സും ഒക്കെ നമ്പറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ വൺസ് വന്നിട്ട് ഇതാണ് വൺസ്. റൈറ്റ് സൈഡിൽ വൺസ്, ഇത് ടെൻസിലത് 4, ടെൻസിലത് 2. അപ്പോൾ വൺസ് ആണ് ആദ്യം ഇതുണ്ട്, അതായത് ആഡ് വൺസ്. അപ്പോൾ 5 + 5 = 10. അതിൽ 1 നമ്മൾ ടെൻസിൻ്റെ ഇതിൽ കൊടുത്തു. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ആഡ് ടെൻസ്. നമ്മൾ 1 ഓൾറെഡി ടെൻസിൻ്റെ ഇതിലേക്ക് ബോറോ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആഡ് ടെൻസ് എന്ന് പറയുമ്പോൾ 4 + 2 ഓൾറെഡി നമ്മൾ ബോറോ ചെയ്തു കേട്ടോ. 6 ആണ്. അപ്പോൾ 1 നമ്മൾ ഓൾറെഡി ബോറോ ചെയ്തപ്പോൾ 6 + 1 = 7. അപ്പോൾ എത്രയാണ് വരുന്നത്? പറ, എത്ര വരുന്നത്? 70. എത്രയാണ്? 70. ഈ 1 നമ്മൾ കൺസിഡർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 7, അതായത് നമ്മൾ ആഡ് വൺസ് ചെയ്യുമ്പോൾ 5 + 5 10 ആണ് കിട്ടുന്നത്. അതിൽ 0 മാത്രം നമ്മളിവിടെ എഴുതുന്നു. 1 നമ്മൾ ടെൻസിലേക്ക് കൊടുത്തു, ബോറോ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 4 + 2 6 + 1 7. അപ്പോൾ 7ഉം 0 എത്രയാ? 70. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഓൾറെഡി എക്സാമ്പിൾ ചെയ്തെന്ന് വെച്ചാൽ 456 + 653 3 ഡിജിറ്റ് നമ്പർ ആട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 100, ടെൻസ്, വൺസ്, ഇങ്ങനെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ആഡ് വൺസ് എന്നാണ്. വൺസ് എന്ന് പറയുമ്പോൾ 6 + 3 കയ്യിൽ എടുത്തു, 7 8 9 കൂട്ടി കൊണ്ടുവരാം. അതാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ആഡ് ടെൻസ് 5 + 5, അതായത് ഇതാണ് ടെൻസ്. 5 ഇവിടെ കിടക്കുന്നു, 5 ഇവിടെ കിടക്കുന്നു. 5 + 5 = 10. ഇനി ആഡ് ഹൺഡ്രഡ്സ്. അപ്പോൾ നമ്മൾ ഈ 0 ഇവിടെ കിടക്കട്ടെ, ഈ 0 ഇവിടെ കിടക്കട്ടെ. ഒന്ന് നമുക്ക് ഈ 100ലേക്ക് ബോറോ ചെയ്യണം. അപ്പോൾ 1 + 4 എന്ന് പറയുമ്പോൾ 5. 1 + 4 = 5. പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്. അപ്പോൾ 1 + 4 = 5 + 6 = എത്രയാ? 7 8 9 10 11 ആണ്. ഇതിന് ഉത്തരം വന്നിട്ട് ഇത് വൺസ് ആട്ടോ. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് 100. അപ്പോൾ നമ്മൾ 100 ആണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 11 എഴുതി. ഇതിൽ നമ്മൾ 10 എടുക്കുന്നില്ല, കാരണം ഒന്ന് നമ്മൾ ഓൾറെഡി 100ലേക്ക് ബോറോ ചെയ്തു. അപ്പോൾ നമ്മൾ 0 ആണ് എടുക്കേണ്ടത്. 0 ഇവിടെ 9 ആണ് വരുന്നത് വൺസിൽ. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. സബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് അവേ ദ നമ്പർ ഫ്രം അനദർ നമ്പറിനെയാണ് നമ്മൾ സബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്, സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 ഡിജിറ്റ് കണ്ടു. ഇനി 3 ഡിജിറ്റ് ഇതുപോലെ തന്നെ നോക്കാം. 456 + 324 മൈനസ് ആട്ടോ, മൈനസാണ്, പ്ലസ് അല്ല, മൈനസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റ് വൺസിലൂടെ 6 - 4 ആണ്. അപ്പോൾ അതായത് 6 - 4 അപ്പോൾ എത്രയാണ്? അപ്പം ഇവിടെ എന്താ പറയുക, ഇവിടെ 6 ആണ്, ഇത് 4 ആണ്. അപ്പോൾ 6 - 4 എന്ന് പറയുമ്പോൾ 5 6, അപ്പോൾ 2 ആണ്. 5 6 2 ആണ്. അതായത് നമ്മൾ എന്താ പറയുക, 6 - 4 എന്ന് പറയുമ്പോൾ 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 6, അതായത് 4 കഴിഞ്ഞിട്ടുള്ള നമ്പർ 5 6, 6 ആവാൻ എത്ര ഏതെടുക്കണം? 5 6, ഇപ്പോൾ 2. ഇനി സബ്സ്ട്രാക്റ്റ് ടെൻസ് 5 - 2 എന്ന് പറയുമ്പോൾ 5 ആവാൻ എത്ര വേണം? 3 4 5 3. ഇനി അടുത്തത് സബ്സ്ട്രാക്റ്റ് ഹൺഡ്രഡ്സ്
അതിന് മുന്നേ ഇവിടെ വൺസും ടെൻസും ഹൺഡ്രഡ്സും എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിറ്റ്സ് പോലെ മാർക്ക് ചെയ്യണം കേട്ടോ, അന്നേരം നമുക്ക് മനസ്സിലാവും. അപ്പോൾ 4 - 3 എന്ന് പറയുന്നത് 1. 4 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, 3 - 4 എന്തുട്ടാ? 1 ആണോ നെഗറ്റീവ് 1 ആണോ? നെഗറ്റീവ് 1 ആണ്. കാരണം ഇതാണ് ലാർജ് നമ്പർ, ഇത് സ്മോൾ നമ്പർ. ലാർജ് നമ്പർ സ്മോൾ നമ്പറായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കായിരിക്കും. നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഇതിൻ്റെ ആൻസർ എന്താ വരിക? 456 - 324. ആൻസർ എന്താ വരിക? ആദ്യം നമ്മൾ 100 എഴുതി. 1 3 2. ഇതാണ് ഇതിൻ്റെ ഉത്തരം. 1 3 2. ഇതാണ് 3 ഡിജിറ്റ് നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ തന്നെ നോക്കാം. ആഡിങ് ദ നമ്പേഴ്സ് ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയും മൾട്ടിപ്ലിക്കേഷന്. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 × 3 1 ഡിജിറ്റ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം 2 എഴുതണം. അപ്പോൾ 2 + 2 + 2 ഈക്വൽസ് 2 + 2 4. 4 + 2 6. അപ്പോൾ 6 ആണ് ഇതിൻ്റെ ഉത്തരം. ഇതാണ് 1 ഡിജിറ്റ് നമ്പർ. ഇനി വേറൊരു എക്സാമ്പിൾ 1 ഡിജിറ്റിൻ്റെ തന്നെ 4 × 8 തന്നെ എടുക്കുക. അപ്പോൾ 8 പ്രാവശ്യം നമ്മൾ 4 എഴുതണം. അപ്പോൾ 4 + 4 + 4 + 4 + 1 2 3 4. 4 + 4 + 4 + 4. 1 2 3 4 5 6 7 8. 8 പ്രാവശ്യം നമ്മൾ 4 എഴുതി. അപ്പോൾ 4 + 4 8 + 4 + 4 8 + 8 + 8. 8 + 8 എത്രയാ? 8 + 8 9 10 11 12 13 14 15. 8 + 8 + 8 + 8 എത്രയാ? 8 + 8 നമ്മൾ ചുരുക്കി എഴുതുന്നതാണ്. 8 + 8. ഇപ്പോൾ ടേബിൾസ് ഒന്നും പഠിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്യുക. 8 + 8 എത്രയാ? 9 10 11 12 13 14 15 16. 16 + 16. ഇതും 8 + 8 തന്നെയാണ്. അപ്പോൾ 16. അപ്പോൾ എത്രയാ? നമ്മൾ പറഞ്ഞു 16 + 6ന് നമ്മൾ ആദ്യം എഴുതുന്നത് ടെൻസ് ആണ്, അല്ല ആഡ് വൺസ് ആണ്. അപ്പം ആഡ് വൺസ് ചെയ്തു. അതിൽ നമ്മൾ 6 + 6 എത്രയാ? 12. ഈ ഒന്ന് നമ്മൾ ടെൻസിൻ്റെ ഒന്നിലേക്ക് നമ്മൾ ബോറോ ചെയ്തു. അപ്പം ആഡ് ടെൻസ്. അപ്പോൾ എത്രയാ? ഒന്നിലേക്ക് ബോറോ ചെയ്യുമ്പം 2. 2 + 3 എന്താണ്? അല്ല, 1 നമ്മൾ ഒന്നിലേക്ക് ബോറോ ചെയ്തപ്പം 2. 2 + 1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 312 ആണ് ഇതിൻ്റെ ഉത്തരം വന്നിട്ട്. ഇതുപോലെ സബ്സ്ട്രാക്റ്റിൻ്റെ 3 ഡിജിറ്റ് തന്നെ 424 - 243. ഇതുപോലൊക്കെ തന്നെ ആഡ് സബ്സ്ട്രാക്റ്റ് കേട്ടോ, സബ്സ്ട്രാക്റ്റ് വൺസ്. അപ്പോൾ 4 - 3 = 1. പിന്നെ സബ്സ്ട്രാക്റ്റ് ടെൻസ്. പറഞ്ഞേ, സബ്സ്ട്രാക്റ്റ് ടെൻസ് വരുമ്പോൾ ഇവിടെ 2 - 4 എത്രയാ? -2 ആണോ അതോ +2 ആണോ? -2. ഇനി സബ്സ്ട്രാക്റ്റ് 100. 4 - 2 = എന്താണ്? 2. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് 2 ആണ്. ഈക്വൽസ് 2. അപ്പോൾ 2 - 4 നമ്മൾ ഓൾറെഡി എഴുതി. 2 - 4 എന്ന് പറയുമ്പോൾ -2 ആണ്. 2 - 4 എന്ന് പറയുമ്പോൾ -2 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതണം. -2 2 1. ഇതാണ് ഇതിൻ്റെ ഉത്തരം വന്നിട്ട്. കാരണം ഇവിടെ ഓൾറെഡി മൈനസ് കിടക്കുന്നുണ്ട്. ആ മൈനസാണ് ഇവിടെ എഴുതുന്നത്. 2 - 4.
ഇത് സബ്സ്ട്രാക്റ്റ് ആട്ടോ. ഇവിടെ ഒരു ചിഹ്നം വരുമ്പോഴാണ് ഇത് സബ്സ്ട്രാക്റ്റ് ആയ കാരണമാണ് ഇങ്ങനെ എഴുതുന്നത് -2. മൾട്ടിപ്ലിക്കേഷൻ, ആഡിങ് ദ നമ്പേഴ്സ് and again ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയും. എന്നിട്ടാണ് റിപ്പീറ്റഡ് അഡീഷൻ എന്നുകൂടി പറയും. മൾട്ടിപ്ലിക്കേഷന് നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ എന്നുകൂടി പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. അതായത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പർ എടുക്കുക. 2 × 3 തന്നെ എടുത്തോ. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? അതായത് 2 × 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം 2 എഴുതാം. ഇവിടെ 2 ആണല്ലോ, അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ എഴുതാം. 2 × 2 × 2. അപ്പോൾ എത്രയാ? 2 × 2 × 2. അപ്പോൾ 2 + 2